അമ്മ സ്പെഷ്യൽ മുട്ടക്കറി. ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ, കോട്ടയം സ്പെഷ്യലാണേ. പുട്ടും മുട്ടയും കഴിച്ചു നോക്കാം. ആദ്യ സ്പെഷ്യൽ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുവാണ്. അതായത് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പോവാണ്. ഇപ്പോൾ രാവിലെ ആയി. മണിയനും പെണ്ണും ദിയക്കുട്ടിയുടെ ദിയക്കുട്ടി ഇവിടെ ആളിരിപ്പുണ്ടായിരുന്നത് കണ്ടില്ല. ഇത് ധാരാണിത് മണിയൻ്റെ അച്ഛൻ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നു. ദിയാങ്കുട്ടൻ. രാവിലെ നല്ല മഴയാണ്, നല്ല വൈബാണ്. ഹലോ, ഹായ്. എന്താ നല്ല വൈബാ. നമ്മുടെ വള്ളമൊക്കെ അവിടെ കിടപ്പുണ്ട്. ബോട്ട് വന്നില്ലല്ലോ, ബോട്ട് വന്നിരുന്നെങ്കിൽ എടുക്കായിരുന്നു. രാവിലെ പോയി, ഞാൻ എടുത്തില്ല അന്നേരം. ഇവിടെ ഒന്ന് നിൽക്കും. ബാ, പഠിത്താനും പറഞ്ഞ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പാട്ടോ. എന്താ എടുത്തോ എടുത്തോ. ഇനിയിപ്പോ മഴയായോണ്ടിട്ട് മൂത്രമൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. മൊത്തം നനഞ്ഞിരിക്കല്ലേ. ദിയാങ്കുട്ട മോള് മാറിക്കോളും. മോക്ക് പനിയാ. ദിയാങ്കുട്ടന്റെ അടുത്ത് അധികം ചെല്ലണ്ട. ദിയക്കുട്ടി ഉപദ്രവിക്കൂന്നേ അവനെ. പിടിച്ച് പീച്ചു. സിയാങ്കുട്ട എന്തോ ചിന്തിച്ചോണ്ടിരിക്കുക. എന്താ മോന് ചിന്തിക്കുന്നേ? ചാക്കട എന്താ ചിന്തിക്കുന്നേ? ശുദ്ധ എന്താ ചിന്തിക്കുന്നേ? മൂത്രമൊഴിക്കാൻ. എടി കുറച്ച് കപ്പലണ്ടി വറുത്ത് നല്ല കട്ടൻ ചായ എടുത്തേടി. ഞാൻ വെറുതെ പറഞ്ഞാടി, ഞാൻ കഴിക്കത്തൊന്നുമില്ല. അല്ല, ഞാൻ ഈ മഴ കണ്ടിട്ട് പറഞ്ഞ, മഴയുടെ വൈബ് കണ്ടിട്ട് പറഞ്ഞതാ. നമുക്ക് കിച്ചണിലേക്ക് പോവാം. അതാണ് എൻ്റെ മൈക്കട, കണ്ടോ? കറണ്ട് രാവിലെ പോയി ഗൈസ്. രാവിലെ കറണ്ട് പോയത് കൊണ്ട് അമ്മക്കിളി ചായയും കൊണ്ട് ചൂട് ചായ കുടിക്കാൻ പോകുന്നു. അമ്മയെ ഇങ്ങനെ കാണുള്ളൂ. അമ്മയെ വീഡിയോ എടുത്തതാ. ഇല്ല, ഇങ്ങനെ കാണുള്ളൂ. പുറകു സൈഡ് ദേ പാലക്കാടുന്ന് കണ്ട അതുപോലെ എടുത്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. കഴിയുമ്പോൾ രാവിലെ ഇവിടെ എന്താ സ്പെഷ്യൽ എന്ന് പറയുന്നത്? മുട്ടക്കറിയും പുട്ടും കറിയോ എന്താണ്? പുട്ടും മുട്ടക്കറിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അത് ആദിച്ചേച്ചി രാവിലെ ക്ലീനിങ് ആണ്. പക്ഷെ കറണ്ട് ഉണ്ടായിരുന്ന കുറച്ചുകൂടി വെട്ടമുണ്ടായേനല്ലേ? കാറ്റടിച്ചപ്പോ പോവോ? അങ്ങനെ അമ്മ മന്ദം ചായ കുടിക്കുന്നു. നല്ല മഴയത്ത്, നല്ല മഴയുണ്ട്. മഴയത്ത് അമ്മ ചായ കുടിക്കുന്നു. ഇത് അടുക്കളയുടെ പുറകു വശമാണ് കേട്ടോ. രാവിലെ ഇപ്പം മഴയായതുകൊണ്ട് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ 2 മക്കളുള്ളത് കൊണ്ട് അതൊന്നും നടക്കില്ല. ഒരു കൊക്ക് അവിടെ ഇരിപ്പുണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു വെള്ള എന്താ കൊക്ക്. ഇവിടെ ഒരു അച്ചിങ്ങപ്പയറുണ്ടായി കിടപ്പുണ്ട്. ഇതിപ്പോൾ മഴയായതുകൊണ്ട് എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല. കണ്ടോ, നല്ല നീണ്ട അച്ചിങ്ങപ്പയറാണ്. അത് പടർത്തി കൊടുത്ത ഇനി ഉണ്ടാവും. അപ്പം ഇനി നമുക്ക് മന്ദം അയ്യോ ആദ്യ ചേച്ചിയുടെ പുട്ട് നോക്കാം. പുട്ട് പൊതിയാന്നോടി. സ്വന്തമായിട്ട് പൊടിച്ച് കടയിൽ നിന്ന് വാങ്ങിച്ച് പാക്കറ്റായിട്ട് കിട്ടിയ പുട്ട് പൊടി. ഓക്കെ, അപ്പം അടുക്കള പരിപാടി നടക്കട്ടെ. പുട്ടുണ്ടായി കഴിയുമ്പോൾ വരാം. എടി ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കാം. ഓക്കെ,
ഉച്ചക്കത്തേക്ക് ചിക്കൻ കറിയാണ് ഗൈസ്. റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ഇന്നലെ കിടന്നുറങ്ങിയ റൂം, ആദിയുടെ റൂം. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ കാണുന്നുണ്ടോ ഗൈസ്? ഹായ്. കറണ്ട് ഇല്ലാത്തത് കൊണ്ടിട്ടുള്ള ഒരു തന്ത്രപ്പാടാണ്. ഇതവിടുത്തെ ബാത്റൂം. ഞാൻ ഹോം ടൂർ ചെയ്യാം. എൻ്റെ കൂട്ടുകാരിയുടെ ഹോം ടൂർ ഞാൻ നാളെ ചെയ്തതായിരിക്കും. ഇവിടെ എന്താ പരിപാടി? കളിക്കുവാണോ? കാറ്റുണ്ട് ഗൈസ്. ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലമാണ് കുമരകം. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വരണം. കോട്ടയം കുമരകം ചീപ്പുങ്കൽ എന്ന് പറയും. അവിടെയാണ് എൻ്റെ കൂട്ടുകാരിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. സാറ്റർഡേ സൺഡേ നിന്നിട്ട് മൺഡേ പോകും മോർണിംഗിൽ. അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നല്ല രസമുണ്ട് ഗൈസ്. അപ്പോൾ പുട്ടിന് പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് അവളെ. ഇനി ചുട്ടാൽ മതി എന്നത് നമ്മൾ സ്റ്റീം ചെയ്തെടുത്താൽ മതി. പുട്ട് മുട്ട തിളച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇതാണ് അവളുടെ കിച്ചൺ. രാവിലെ നല്ല മഴയും നല്ല ചൂട് പുട്ടും മുട്ടക്കറിയൊക്കെ കഴിക്കാൻ നല്ലതല്ലേ? ഇതാണ് അവളുടെ അമ്മ, മദർ-ഇൻ-ലോ. വരും. നീ അങ്ങോട്ടും ബോളിങ്ങിലാണോ? ദിയാൻ, മറ്റുള്ള ദിയ. ബോട്ട് വരുന്നുണ്ട്. ബോട്ട് കാണിച്ചു തരാവേ. നല്ല കാറ്റുണ്ട്. ബോട്ട് അങ്ങ് അറ്റത്തുനിന്ന് വരാണ്. നമുക്ക് നോക്കാം. മാവൊക്കെ പൂത്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ? ഇതിൽ നിറയെ മാങ്ങ ഉണ്ടാവേ. ബോട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് കാണിച്ചിട്ടാ. ഇതാ വരുന്നു ബോട്ട്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. നമുക്ക് വന്ന് നിൽക്കാനും നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. സൂപ്പർ വൈബാണ്. കണ്ടോ? ബോട്ട് പോയി. ഇവിടെയാണ് നമ്മൾ തുണിയൊക്കെ കഴുകുന്നത്. തുണിയൊക്കെ കഴുകാൻ പറ്റും ഇവിടെ. ആദ്യമൊക്കെ ഇവിടെ തുണി കഴുകുന്നത്. ഈ വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ ഒന്നുകൂടി വേറെ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കും. ഇപ്പോൾ കുളിക്കേണ്ടതേ മോളെ? ഇപ്പം എന്തിനാ കുളിക്കുന്നേ? കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ മേലെ കഴിച്ചു തരാം. എന്തെയൊക്കെ പനിയല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇന്നെന്താ ചേച്ചി സ്പെഷ്യൽ? ഇന്ന് പുട്ടും മുട്ടയും. അയ്യവാ, ചേച്ചിയുടെ പുട്ട് നോക്കട്ടെ. പിന്നെന്താ ചേച്ചിയുടെ പുട്ട്? ഇത് കുറേ പുട്ടുണ്ടല്ലോ. വാവ്, പുട്ട്. അത് പറഞ്ഞത് ഇവളാട്ടോ. വാവ്, പുട്ട്. അവിടെ വെട്ടയില്ലടി, വെട്ടമില്ല. ഇപ്പൊ വെട്ടം കിട്ടി. അയ്യോ, അവനെ കൊല്ലല്ലേ, അവനെ വിട്ടേര്. ക്യാമറ കൊണ്ടുപോയപ്പോഴേ ചേച്ചിക്ക് നാണം വന്നു. നമ്മുടെ ആദ്യ ചേച്ചിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കാം. ഇതാണ് എൻ്റെ ഫ്രണ്ട് ആതിര. അവളുടെ വെഡിങ് ഫോട്ടോ. അത് കലണ്ടറാക്കിയതാ കേട്ടോ. കണ്ടോ? ഇതിൽ കുറേ ഫോട്ടോസ് ഉണ്ട്. 2025. ആഹാ, എന്നാ ചിരിച്ചിരിക്കുന്നു. ഇനിയുണ്ട്. എന്താ ഒരു ചിരി? അവള് പറഞ്ഞ കേട്ട, അന്ന് ചിരിച്ചതാ. പിന്നെ ഒക്കെ ചിരിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഞാൻ രാവിലെ കുളിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായപ്പോൾ ഫസ്റ്റ് കഴിക്കാൻ പോകുന്ന മനസ്സിലായോ? അതാണ് എഴുന്നേറ്റേ. എന്തു പറ്റി?
അപ്പൊ ആദ്യ ചേച്ചിയുടെ പുട്ടും മുട്ടയും കഴിക്കാൻ പോവാണ് ഞങ്ങൾ. വെക്കൂ, പുട്ട് വെക്കൂ. അതിനെന്താ പുട്ട് വെച്ചു. പെണ്ണിന് കുറച്ചിട്ടാ മതി. ആ അമ്മ വാരിത്തരാം. ഇത് മതി, ഇത് മതി. അമ്മ വാരിത്തരാം. മുട്ടക്കറി ഒന്ന് നീക്കി വെക്കാവോ? ഒന്ന് കാണിച്ചോട്ടെ. അമ്മ സ്പെഷ്യൽ മുട്ടക്കറി. ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. കോട്ടയം സ്പെഷ്യലാണേ. ആ അമ്മ തരാം. എടി വാടി വാടി, നീയും വന്നിരിക്കേ. ചൂടാറിട്ടോ? ചെറിയ ചൂടുള്ളൂ മോനെ. ആ ഒഴിക്കുന്നില്ല, ഒഴിക്കുന്നില്ല, ഒഴിക്കുന്നില്ല. നല്ല നീ എന്തിനാടാ കറക്റ്റ് ടൈമിൽ എൻ്റെ കുഞ്ഞ് എഴുന്നേറ്റ് വന്നു. അതുകൊണ്ട് എനിക്ക് മര്യാദ ഒന്ന് വയ്ക്കാം. അമ്മയ്ക്ക് എവിടെയെങ്കിലും പോകണോ? തൊഴിലുറപ്പ് അപ്പം നല്ല ചൂട് പുട്ടും മുട്ടയും കഴിച്ച് നോക്കാം. ആദ്യം സ്പെഷ്യൽ. ചൂട് മാറ്റിട്ട് തരാം. ഇത് ചൂടില്ല. നദി കുട്ടി കഴിച്ച്. ചൂടാറട്ടെ കേട്ടോ. കഴിക്കൂ. അത് വേണോ? കഴിക്കൂ. മണിയാ പെണ്ണ ഇച്ചിരി കൈയെടുക്കട്ടെ. അവർ രാവിലെ പുട്ടും കടലക്കറിയൊക്കെ കഴിച്ചുകൊണ്ടിട്ട് അങ്ങനെ ഇരിക്കുവാണ്. അത് ചൂടാറട്ടെ എന്നിട്ട് തരാം.